വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. പാസ്റ്റർ CC ചാക്കോ 56-ൽ പരം വർഷങ്ങളായി മലബാറിന്റെ മണ്ണിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവദാസൻ. യൗവനകാലത്ത് തന്നെ ദൈവസ്നേഹം അറിഞ്ഞ ശേഷം യുവജന പ്രവർത്തനങ്ങളിലൂടെയും പരസ്യ യോഗങ്ങളിലൂടെയും നൂറുകണക്കിന് ആത്മാക്കളെ യേശുക്രിസ്തുവിലേക്ക് ആനയിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്ത ഈ ദൈവഭൃത്യൻ ഇന്നും ഊർജ്ജസ്വലതയോടെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി അത്യധ്വാനം ചെയ്യുന്നു. പാരമ്പര്യത്തിന്റെ വേലിക്കെട്ടുകളെ പൊട്ടിച്ച് അന്ധകാര സമൂഹത്തിൽ സധൈര്യം സത്യസുവിശേഷത്തിന്റെ വെളിച്ചം വിതറിയ ഈ ദൈവഭൃത്യന്റെ ജീവിത വഴികളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ പല ആഴ്ചകളായി ഓരോ ദൈവത്തിൻ്റെ അഭിഷക്തരുടെ അനുഭവങ്ങൾ, അവർ കടന്നു വന്ന വഴികൾ, ദീർഘകാലങ്ങളെ കർത്താവിൻ്റെ വേലയിൽ അവർ കൊടുത്ത വിലകൾ ഒക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പലർക്കും അത് അനുഗ്രഹമായി തീരും. ധാരാളം കോളുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഓരോ അഭിഷക്തന്മാരെയും ദൈവം ഉപയോഗിച്ച രീതികൾ വ്യത്യസ്തങ്ങളാണ്. അവരെ ഓരോ കാലഘട്ടത്തിൽ ഓരോ ദൗത്യത്തിന് വേണ്ടി ദൈവം നിയോഗിക്കുക മാത്രമല്ല, അവരിൽ കൂടെ വലിയ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തിരുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മോടൊപ്പം തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി നമ്മോട് ചേരുന്നത് കർത്താവിൽ പ്രസിദ്ധനായ ദീർഘകാലങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന, ഇപ്പോഴും കർത്താവിൻ്റെ വേലയിൽ കർമ്മനിരതനായി ഇരിക്കുന്ന പാസ്റ്റർ CC ചാക്കോ അവർകളാണ്. ഈ ദിവസം കർത്താവിൻ്റെ ആസൻ്റെ കൂടെ നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോകുകയാണ്. പാസ്റ്റർ, ഹാർവസ്റ്റ് TV ഒരുക്കുന്ന ഈ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പാസ്റ്റർ, ദീർഘകാലമായി പാസ്റ്റർ കർത്താവിൻ്റെ വേലയിലായിരിക്കും ഞങ്ങൾ അറിയുന്നു. ഇന്ന് പാസ്റ്റർ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുമായിരുന്നല്ലോ. ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ കൂടെയാണ് ഞങ്ങളിന്ന് ഹാർവസ്റ്റ് TV പാസ്റ്ററിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. പാസ്റ്റർ, ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് പാസ്റ്ററിൻ്റെ രക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ദൈവകൃപയാൽ എൻ്റെ 17-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. അന്നത്തെ പശ്ചാത്തലത്തിൽ എൻ്റെ മാതാവും സഹോദരിമാർ, ഞങ്ങൾ 4 മക്കളാണ്. ഞാൻ ഇളയ മകൻ, മൂത്തത് 3 സഹോദരിമാർ. അവർ വിശ്വാസത്തിലേക്ക് വന്നതായ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഈ മേഖലയിൽ ആത്മീക പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിച്ച ഒരു കാലഘട്ടമായിരുന്നു. തൃശ്ശൂരിനെ കിഴക്കൻ ഭാഗത്തുള്ളതായ കുടിയേറ്റ മേഖലയാണ്. കൂട്ടാല, ആൽപ്പാറ, പീച്ചി, ഉലങ്ങന്നൂർ ആദിയായ സ്ഥലങ്ങൾ. അന്ന് അവിടെ വന്ന് ശുശ്രൂഷിച്ച, വേല ആരംഭിച്ച കർത്താവിൻ്റെ ദാസന്മാരുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ കർത്താവിൻ്റെ സ്ഥലിലേക്ക് വാങ്ങിപ്പോയ പ്രിയ മാതാവും 3 സഹോദരിമാരും കൃപയാൽ വിശ്വാസത്തിലേക്ക് വരുവാനൊക്കെ ഇടയായി തീർന്നു. അതിനുള്ളതായിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടെയുണ്ട്. 2 വാക്കിൽ ഞാനത് മിതമായി പറയുവാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങൾ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ചെങ്ങന്നൂരിനടുത്ത് ആറാട്ടുപുഴയിൽ ആയിരുന്നു എൻ്റെ പിതൃഭവനം. എൻ്റെ പിതാവിൻ്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ അമ്മയുടെ സഹോദരന്മാർ, എൻ്റെ അമ്മാച്ചന്മാർ ഞങ്ങൾക്ക് മുമ്പ് ഈ തൃശ്ശൂർ മേഖലയിലേക്ക് കുടിയേറി പാർത്തവരായതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ സംരക്ഷണാർത്ഥം അവർ ഞങ്ങളെയും ഈ ഭാഗത്ത് കൊണ്ടുവരികയും ഇവിടെ കുറേ വസ്തുവകളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് വേണ്ടതായിരിക്കുന്നതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളുടെ ചുമതലകൾ വളരെ ഭംഗിയായി എൻ്റെ അമ്മാച്ചന്മാർ, പ്രത്യേകാൽ മൂത്ത അമ്മാച്ചൻ, അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു, PV ജോർജ് എന്ന് പറയും. അദ്ദേഹം തൻ്റെ മറ്റ് സഹോദരന്മാരും എൻ്റെ അമ്മാച്ചന്മാരും കൂടെ ഞങ്ങളെ സംരക്ഷിച്ച് വളർത്തി. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ ഭാഗങ്ങളിൽ വേല ആരംഭിക്കുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ മാതൃസഭ ആൽപ്പാറയായിരുന്നു. ഇന്നത്തെ ഒരവസ്ഥ വെച്ച് പറഞ്ഞാൽ ബൈബിളിലെ ഒരു സാഹചര്യത്തോട്
ചേർത്തി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു യെരുശലേമാണ് അൽപ്പറ ഹെബ്രോൻ സഭ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് മറ്റ് പ്രാന്തപ്രദേശങ്ങളിലേക്കൊക്കെ വേല ആരംഭിച്ചത്. അവിടെ വന്ന ശുശ്രൂഷകന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും സുവിശേഷം അറിയിക്കുകയും എൻ്റെ മാതാവും മൂത്ത സഹോദരിമാരും അത് അനുസരിപ്പാനും കർത്താവിനെ കൽപ്പന അനുസരിപ്പാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. അതിനൊരു ചെറിയ പശ്ചാത്തലമുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മ വല്യമ്മച്ചി അവരൊക്കെ പെന്തക്കോസ്തിൻ്റെ പ്രവർത്തനങ്ങൾ മധ്യ തിരുവിതാംകൂറിൽ കുമ്മനാട്, മെഴുവേലി, കുഴിക്കാല ആ സ്ഥലങ്ങളൊക്കെ ആരംഭിച്ച കാലഘട്ടത്തിൽ വിശ്വാസത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരു വല്യമ്മച്ചി ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ കുടുംബം, അവരുടെ ആ പശ്ചാത്തലമൊക്കെ എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നത് കൊണ്ട് കുറേ കൂടെ എളുപ്പമായി ഞങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് വരുവാൻ. എൻ്റെ പിതൃകുടുംബം വളരെ ശക്തമായ ഓർത്തഡോക്സ് സഭാവിഭാഗത്തിൽപ്പെട്ട ഒരു മാർ പീലക്സിനോസ് തിരുമേനിയുടെയൊക്കെ കാലം ചെയ്ത അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഇളയ ദൈവദാസനാണ് ഞാൻ. കൃപയാൽ ഈ സത്യമാർഗം സ്വീകരിപ്പാൻ, കർത്താവിൻ്റെ സുവിശേഷകനായി തീരുവാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ എൻ്റെ മാതാവും സഹോദരിമാരും രക്ഷിക്കപ്പെട്ട് വിശ്വാസദാനം സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവരോടൊപ്പം ഞാനും ആരാധനയ്ക്ക് കടന്നു പോവുകയും എന്നെ കൊണ്ടുപോവുകയും ആ നിലയിലുള്ളതായ ആത്മീക ശുശ്രൂഷകളൊക്കെ എൻ്റെ ബാല്യകാലം മുതൽ അറിയുവാനും അനുഭവിപ്പാനുമുള്ളതായിരിക്കുന്നതായ ഭാഗ്യം കൃപയാൽ കർത്താവ് എനിക്ക് നൽകി തന്നു. ആ കാലത്തുള്ളതായിരിക്കുന്നതായ ഒരു വലിയ സവിശേഷത, ദൈവവചനം കേൾക്കുവാനുള്ളതായിരിക്കുന്ന ഒരു ദാഹം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സഭാവിഭാഗ വ്യത്യാസം എന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. എല്ലാ ഭാഗത്തേക്കും വിശദീകരിക്കാൻ പോയ സമയപരിമിതി നമുക്കുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ കുടിയേറ്റക്കാരായ ക്രിസ്തീയ സമുദായങ്ങളിൽപ്പെട്ടവരായിരുന്നു കൂടുതലും. അപ്പോൾ അവർക്കൊക്കെ വന്ന് ഇവിടെയൊക്കെ അവരങ്ങനെ സെറ്റപ്പ് ആകുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയമില്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. സാമ്പത്തികമായി പറയത്തക്കൊണ്ടൊന്നുമില്ല, വിദ്യാഭ്യാസപരമായില്ല, അതുപോലെ മറ്റു നിലയുള്ളതായിരിക്കുന്നതായ കൈത്താങ്ങൾ കൊടുക്കുവാൻ ആരുമില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ എല്ലാവരുടെയും ആശ്രയം സഭാവിഭാഗ വ്യത്യാസത്തിന് ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനായ ഒരു പ്രത്യേക സാഹചര്യം എല്ലാവർക്കും അനിവാര്യമായിരുന്നത് കൊണ്ട് ഈ സുവിശേഷ യോഗങ്ങൾ ഒക്കെ ഘടിപ്പിച്ചാൽ, ഒരു ഭവനത്തിൽ പ്രാർത്ഥന വെച്ചാൽ ചുറ്റുപാടുള്ള ആൾക്കാരോടൊക്കെ പോയി അന്നത്തെ ദൈവദാസന്മാർ പറയും, അവരെ ക്ഷണിക്കും, അവരൊക്കെ വന്നിരുന്ന് സുവിശേഷം കേൾക്കും. ആ വചനം കേൾക്കുന്നവരൊക്കെ രക്ഷിക്കപ്പെടും, ദൈവഭാഗത്തേക്ക് കടന്നു വരും. ആ കാലത്തിലെ ആരാധനായ പാസ്റ്റർ ടി പി പോളായിരുന്നു അതിന് ആരംഭം കുറിച്ചത് അൽപ്പാറയിൽ. അദ്ദേഹം അന്നുണ്ടായിരുന്ന പ്രഗത്ഭരായ പെന്തക്കോസ്ത് വിഭാഗങ്ങളിലും മിക്കവാറും ദൈവദാസന്മാരെ എല്ലാം കൊണ്ടുവന്ന് ഒരാഴ്ച 15 ദിവസം ചിലപ്പോൾ ഒരു മാസമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ ക്ലാസ് നടത്തുമായിരുന്നു. അപ്പോൾ സത്യവചനം കേൾക്കുകയും തിരുവെഴുത്തും നിങ്ങൾ അറിയുന്നത് പോലെ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ വചനം കേൾക്കുന്ന ഒത്തിരി ആൾക്കാർ അക്കാലയളവിൽ തന്നെ വിശ്വാസത്തിലേക്ക് വന്നു, വിശ്വാസസ്നാനം സ്വീകരിച്ചു. അങ്ങനെ സഭകൾ സ്ഥാപിതമായി. പാസ്റ്റർ കെ എബ്രഹാം, ടി ജി മച്ചൻ, സി കെ ദാനിയേൽ, വി ടി ജോസഫ് അപ്പച്ചൻ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പാസ്റ്റർ പി കെ ചാക്കോ എന്നിത്യാദി, ടി എൻ എബ്രഹാം സാറ്, കുന്നത്തരം കൊണ്ട കുട്ടിയച്ചൻ, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ അക്കാലങ്ങളിൽ സകല ദൈവദാസന്മാരെ വന്ന് അൽപ്പാറ വന്ന് ബൈബിൾ ക്ലാസ് നടത്തുകയും കൺവെൻഷനിൽ പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് ഒത്തിരി വിശ്വാസികൾ അക്കാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. അങ്ങനെ സഭ വളർന്നു. അതുപോലെ തന്നെ പാസ്റ്റർ രക്ഷിക്കപ്പെട്ട് കർത്താവിൽ വന്നതിന് ശേഷം 17ാമത്തെ വയസ്സ് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു. ശുശ്രൂഷയിലേക്ക് വരുവാനുള്ള കാരണങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ 17ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 19ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിപ്പാൻ്റെ കോണം ദൈവം എനിക്ക് കൃപ നൽകി. 17ാമത്തെ വയസ്സിൽ തന്നെ വിശ്വാസസ്നാനം സ്വീകരിപ്പാനും കർത്താവ് ഭാഗ്യം നൽകി. അങ്ങനെ 19ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മ പ്രാപിച്ച പാസ്റ്റർ മാങ്ങാനം ജോസഫ് എന്ന് പറയുന്ന കാത്തിരിപ്പ് യോഗം നടത്തുവാൻ ദൈവം ഉപയോഗിച്ച ആ ശക്തനായ ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ ഞങ്ങളുടെ സഭയിൽ ധാരാളം പേര് ആ കാലങ്ങളിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ്റെ കോണം കൃപയാൽ ദൈവം ഇടയാക്കി. അന്നത്തെ ഞങ്ങളുടെ മാതൃസഭ കൂട്ടാല കിഴക്കേ സഭയായിരുന്നു. ആ സഭയിൽ അദ്ദേഹത്തിൻ്റെ 1964 നടന്ന കാത്തിരിപ്പ് യോഗത്തിൽ 64 പേര് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു ഞങ്ങളുടെ സഭയിൽ. അതിലൊരാൾ ഞാനും കൂടെ ആയിരുന്നു. അന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരിൽ നല്ലൊരു ഭാഗം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി
വിളിക്കപ്പെടുവാനും സമർപ്പിക്കപ്പെടുവാനും അവരൊക്കെ ഇന്ന് കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തമായി മുൻപോട്ട് വരുവാൻ്റെ കോണം ദൈവം കൃപ ചെയ്തു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കാലയളവിൽ ഞാനും എന്നോടൊപ്പം വിശ്വാസനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങുകയും ചെയ്തവരായ എൻ്റെ സമകാലീനരും എന്നോടൊപ്പം ഇറങ്ങിയവരുമാണ് നിങ്ങളറിയുന്നത് പോലെ രാജസ്ഥാനിലെ അപ്പോസ്റ്റലനായിരുന്നു ഡോക്ടർ തോമസ് മാത്യൂസിൻ്റെ മിസ്സസ് മേരി മാത്യൂസ് എൻ്റെ ഫസ്റ്റ് കസിനാണ്. ആ സഹോദരിയും ഇപ്പോൾ അമേരിക്കയിലായ ഡോക്ടർ ജോയി എബ്രഹാം, ഞങ്ങൾ 3 പേര് ഒരു ദിവസം സ്നാനപ്പെട്ടത്. ഞങ്ങൾ 3 പേരും കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സഭയിൽ 64 പേര് അഭിഷേകം പ്രാപിച്ച ആ കൂട്ടത്തിൽ അപ്പോഴും അതിന് ശേഷവുമായിട്ട് 45 പേര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉൾട്ടാല കിഴക്ക് സഭയിൽ നിന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ചു. അതിൽ ഒരുവനാണ് ഞാനും. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ഒരു വലിയ ആത്മീകമായ ശക്തമായ ഉണർവ് ആ കാലഘട്ടം പാസ്റ്റർ ഈ കൂട്ടാല കിഴക്ക് സഭ ആ സഭയിൽ ഒരു ആത്മീയ ഉണർവ് നടന്നതിനെ കുറിച്ച് പാസ്റ്റർ പല പ്രാവശ്യം പറയുന്നുണ്ടായി. എന്തുമായിരുന്നു ആ ഒരു ഉണർവിന് നടന്ന കാരണങ്ങളെന്ന് പറയാമോ? ആ കാലത്ത് ഉണർവ് പ്രത്യേകം മാങ്ങാനം ജോസഫ് പാസ്റ്ററെ വിളിച്ച് ബൈബിൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സഭകളിലും മിക്കവാറും മാസങ്ങളിൽ നടത്തും. അതോടൊപ്പം തന്നെ കാത്തിരിപ്പൊക്കെ നടത്തും. അങ്ങനെ ഉള്ള ആത്മീകമായൊരു വലിയ സന്ദർശനം ഞങ്ങളുടെ സഭയിൽ മാത്രമല്ല, പരിസര പ്രദേശങ്ങളിലെ എല്ലാ സഭകളിലും ജോസഫ് പാസ്റ്റർ ഇത് കണ്ടും കേട്ടും ആൾക്കാരെ വിളിച്ച് അവിടെയൊക്കെ വലിയ ആത്മീയ സന്ദർശനം നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഉള്ളതായിരിക്കുന്നതായ ആത്മീകമായ പ്രവർത്തനത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് ആശാരി ഉപദേശി ഈ തൃശ്ശൂർ മേഖലയിലേക്ക് വന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൽപ്പാറ അദ്ദേഹം ആ സഭ ഒരാഴ്ചത്തെ കൺവെൻഷൻ നടത്തി. അത് കഴിഞ്ഞപ്പോൾ സഭയുടേതായിരിക്കുന്ന ആ യോഗം അവസാനിച്ച ഞായറാഴ്ച രാത്രി ആശാരി ഉപദേശി വിളംബരം ചെയ്തു. അടുത്ത ഒരാഴ്ച PV ആശാരിയുടെ വകയാണ് യോഗം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ആൾക്കാരങ്ങനെ തടിച്ചുകൂടി ഉറുകണക്കിന് ദൈവവചനം കേൾക്കാൻ വേണ്ടി ആൾക്കാർ തടിച്ചു. ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. വിശ്വാസികൾ കുറവും അവിശ്വാസികൾ ഏറിയും. അങ്ങനെ ആ യോഗത്തിൻ്റെ സമാപന ദിവസം ഞായറാഴ്ച വീശിയിൽ നിന്ന് വരുന്ന മണലി പുഴയിൽ 54 പേരാണ് 3 ശുശ്രൂഷകന്മാർ ഇറങ്ങിയെന്ന് സ്ഥാനപ്പെടുത്തിയത്. 54 പേര്. അങ്ങനെ ഒരു വലിയ ആത്മീയ സന്ദർശനം ആ കാലയളവിൽ ഉണ്ടായി. അന്നുണ്ടായിരുന്നതായിരിക്കുന്നതായ ആൽപ്പാറ സഭ, കൂട്ടാര സഭ, മുല്ലക്കര സഭ, തൃശ്ശൂർ നെല്ലിക്കുന്ന സഭ, കുന്നംകുളത്തുണ്ടായിരുന്ന സഭ, ഈ സഭ ആ ഉണർവിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം ഈ ഭാഷയും വരുത്തി. അങ്ങനെ ഒരു വലിയ ആത്മീകമായിരിക്കുന്ന ചലനം നടന്നൊരു കാലഘട്ടമായിരുന്നു 1960-കൾ 70-കൾ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പരമായിട്ട് വേല ശക്തമായിട്ട് അങ്ങോട്ട് വ്യാപിച്ചു. അങ്ങനെ ഞാൻ 19-ാം വയസ്സ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ അത് പിന്നെ ഈ ഡിഗ്രി വിദ്യാഭ്യാസമല്ല, എഞ്ചിനീയറിംഗ് കോഴ്സായിരുന്നുകൊണ്ട് തുടർന്ന് പഠിച്ചത് കൊണ്ട് വേലയ്ക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കോഴ്സ് കോളേജിൽ പോകുന്നത് നിർത്തി. കോട്ടയം വടവാതൂർ വഴി സ്കൂളിൽ പോയി പസഫിക് നടത്തുന്നതായ അവിടെ യുവജനം പഠിക്കുവാൻ ദൈവനിക്ക് കൃപ ചെയ്തു. അക്കാലത്ത് 2 വർഷമാണ് അവിടുത്തെ കോഴ്സെങ്കിലും എനിക്ക് ആദ്യത്തെ വർഷം, ഞാൻ ചേർന്ന വർഷം, എനിക്ക് 1 മാസത്തെ അവസാനത്തെ ക്ലാസ് സംബന്ധിക്കാനുള്ളതായിരിക്കുന്നതായ സാവകാശം ലഭിച്ചു. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ആ വർഷവും 1 മാസവും പിറ്റേ വർഷത്തെ 6 മാസം ഇങ്ങനെ 2 പ്രാവശ്യത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെന്നെ പ്രാർത്ഥിച്ച് പാസ്റ്റർ CU അച്ഛനപ്പച്ചൻ പസഫിക്കിൽ പാതിയായവർ എന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചു. അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എറണാകുളത്ത് പാസ്റ്റർ MV തോമസ് നടത്തിയിരുന്ന സഭയിൽ അദ്ദേഹം നോർത്ത് ഇന്ത്യൻ ടൂറിന് പോയപ്പോൾ ആ 3 മാസത്തെ കാലയളവിൽ ആ സഭയുടെ ശുശ്രൂഷ നിർവഹിക്കാനുള്ളതായ അവസരവും കൃപയും ഭാഗ്യവും ദൈവം എനിക്ക് നൽകി. പാസ്റ്റർ ഇപ്പോൾ ഏകദേശം എത്ര വർഷത്തോളമായി പാസ്റ്റർ ശുശ്രൂഷയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? ഞാൻ സുവിശേഷകനായിട്ട് ഇപ്പോൾ 56 വർഷം പിന്നിട്ടു. ദീർഘ 56 വർഷം. എൻ്റെ ശേഷിയും ശേഷിയും ആരോഗ്യവും സമ്പത്തും യൗവനത്വവും സർവസ്വം യൗവനം മുഴുവൻ കർത്താവിന് വേണ്ടി അർപ്പിച്ച ഒരു ദൈവദാസനാണ്. ദൈവം എനിക്ക് ഭാഗ്യം തന്നു, കൃപ തന്നു. ഇന്നും ആ വിശ്വാസത്തിൽ നിലനിൽക്കും. പാസ്റ്റർ IPCയുമായിട്ടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. അവിടുത്തെ സെൻട്രൽ പാസ്റ്ററും കൂടെയാണ്. പാസ്റ്റർ, ഞാൻ കേട്ടിട്ടുണ്ട് പാസ്റ്റർ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ആദ്യകാലങ്ങളിൽ നിങ്ങൾ ഒത്തിരി ചെറുപ്പക്കാരായിട്ട് ചേർന്ന് പല പ്രവർത്തനങ്ങൾ നടത്തി സഭകൾ സ്ഥാപിക്കാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമോ? അപ്പോൾ ഞങ്ങൾ സഭകൾ ഞാൻ പറഞ്ഞതുപോലെ ആത്മീയങ്ങളുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ നല്ല ഉത്സുകരായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കോട്ടയത്ത് പഠിച്ചതുകൊണ്ടും പബ്ലിക് സൊസൈറ്റിയുമായിട്ട് ബന്ധം പുലർത്തി അവർ സൗജന്യമായിട്ട് ഈ അയക്കുന്നതായ TVSൽ പാഴ്സൽ ഇത് അയക്കുന്നതായിരിക്കുന്ന 70 രൂപ തന്നാൽ 1 ടൺ ലഘുലേഖ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 70 രൂപ അവിടെ കൊണ്ടുപോയി അടച്ച്
അവർ TVSൽ 1 ടൺ ബുക്ക്ലെറ്റ് സുവിശേഷ പ്രതികളും ലഘുലേഖകളുമാണ്. ലഘുലേഖ നീ സന്തോഷമുള്ളവനാകുന്നുവോ, അവൻ നിൻ്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നു, ഇത് രണ്ടും. പിന്നെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷ പ്രതികളും. ഇതും ഈ ട്രാക്റ്റും കൂടെ ഓരോ പാക്ക് ആയിട്ടാണ് അവർ തന്നു വിട്ടത്. വലിയ ബണ്ടിലായിട്ട് അത് കൊണ്ടുവന്ന് ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ സമകാലീനരായ ചെറുപ്പക്കാരായ സഹോദരന്മാരെ ഉത്സാഹിപ്പിച്ച് ഞങ്ങൾ ഈ തൃശ്ശൂർ, പാലക്കാട് മേഖലകളിൽ 1 വർഷം കൊണ്ട് ഈ 1 ടൺ ലഘുലേഖ കൊടുത്തു തീർത്തു. തൃശ്ശൂരും പാലക്കാടും 2 ജില്ലകൾ, പാലക്കാടിൻ്റെ പടിഞ്ഞാറ് മേഖല, വടക്കഞ്ചേരി, ആലത്തൂർ 1 ടൺ ട്രാക്ക്, 1 ടൺ ലഘുലേഖ അന്നത്തെ. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടി അന്നത്തെ ഞങ്ങളുടെ പാസ്റ്റർ TC ഈശോ, അദ്ദേഹം നല്ലൊരു സുവിശേഷ ആത്മാവുള്ള ദൈവദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈത്താങ്കലും ഉത്സാഹിപ്പിക്കലും ഇതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം വളരെ ഉത്സാഹത്തോടെ എല്ലാ ആഴ്ചകളിലും സഭായം കഴിഞ്ഞാൽ പരസ്യത്തിന് പോകുമായിരുന്നു. 2ാമതും പരസ്യവും നടത്തുമായിരുന്നു. എല്ലാ ആഴ്ചകളിലും പരസ്യവും നടത്തുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ഈ തൃശ്ശൂർ ജില്ലയിലും പാലക്കാടിന് പടിഞ്ഞാറൻ മേഖലകളിലും ഒരു 10 പേര് കൂടുന്നിടത്ത് ഞങ്ങൾ പരസ്യം നടത്താത്ത ഇടങ്ങൾ ദുർലഭമായിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും പലയിടത്തും 1-ലധികം പ്രാവശ്യം. അതോടൊപ്പം തന്നെ ആ കാലങ്ങളിൽ 1970-80കളിൽ IPSകളുടെ ബന്ധത്തിൽ പറഞ്ഞാൽ PIPA, പെന്തക്കോസ്ത് യുവജന സംഘടന, അതിൻ്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു 1970-80 കാലയളവ്. അതുപോലെ ഒരു കാലഘട്ടം അതിന് മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല. 1983 അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മാതൃസഭയിൽ കൂട്ടാലയിൽ 5 വർഷം ശുശ്രൂഷിച്ചു. അതൊക്കെ ഒരു അപൂർവ കാര്യമാണ് പലർക്കും. അതുപോലെ ആൽപ്പാറ ഹെബ്രോൻ സഭയിൽ, അതെൻ്റെ മാതാവിൻ്റെ മാതൃസഭയാണ്, അവിടെ 7 വർഷം ശുശ്രൂഷിച്ചു. അപ്പോൾ അവിടെ ശുശ്രൂഷിക്കുമ്പോഴാണ് PIPയുടെ ഒരു വലിയ ജനറൽ ക്യാമ്പ് തൃശ്ശൂർ പട്ടണത്തിൽ വെച്ച് നടത്തപ്പെട്ടു. അന്ന് ബഹുമാനപ്പെട്ട പാസ്റ്റർ KC ജോണാണ് PIPയുടെ പ്രസിഡൻറ്റ്. ഈ ഭാഗത്തെ ക്യാമ്പിൻ്റെ ജനറൽ കൺവീനറായിട്ട് എല്ലാവരും എന്നെ നിയോഗിച്ചു. ആത്മപ്രശംസയായിട്ട് പറയുകയല്ല, ദൈവത്തിനെ ഉപയോഗിച്ചത് കൊണ്ട് പറഞ്ഞുകൊണ്ടിട്ട് നീണ്ട 40 വർഷം കണ്ടിന്യൂസ് ആയിട്ട് തിരഞ്ഞെടുപ്പ് കൂടാതെ PIPയുടെ സെൻട്രൽ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. എന്നോടൊപ്പം എൻ്റെ സമകാലീനരായ ചെറുപ്പക്കാരായ സഹോദരന്മാരെ, മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ ഒരു ക്യാമ്പെന്ന് പറഞ്ഞാൽ അന്നൊരു ക്യാമ്പിന് പുതിയ സ്ഥലത്ത് സംബന്ധിക്കുന്നത് 350-400 പേര്, അല്ലാണ്ട് 35-40 അല്ല. അത്രയും പേര് ഒരു പുതിയ സ്ഥലത്ത് പോയ ഒരു ക്യാമ്പ് 2 ദിവസം, അത് ഒരു ദിവസമല്ല, 3 ദിവസം. ഇന്ന് 4 മണിക്ക് ആരംഭിച്ചാൽ ഇന്ന് വൈകിട്ട് പരസ്യയോഗം, 4 മണിക്ക് ശേഷം വൈകിട്ട് പൊതുയോഗം, പിറ്റേ ദിവസം ഭവന സന്ദർശനം. അതുപോലെ തന്നെ ഈ ക്യാമ്പ് നിങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ പിന്നിൽ ഉദ്ദേശം സഭ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. സഭകൾ സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. അന്ന് പുതിയ സ്ഥലങ്ങളിൽ പോയി സ്കൂളോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട സൗകര്യപ്രദമായ സ്ഥലങ്ങളോ സ്ഥാപനങ്ങളോ കണ്ടെത്തി അവരോട് അനുവാദം വാങ്ങിച്ച് ഞങ്ങൾ ക്യാമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വിളിച്ചിട്ട് സാധാരണ സാമഗ്രികൾ, ഈ 2-3 ദിവസത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ഞങ്ങളെല്ലാം കൃഷിക്കാരായതുകൊണ്ട് അരി, അതുപോലെ പച്ചക്കറി, മറ്റു സാധനങ്ങളെല്ലാം ജീപ്പിലും മറ്റും ശേഖരിച്ച് വീടുകളിൽ നിന്ന് ഹോളിൽ കൊണ്ടുവന്ന് അത് ശേഖരിച്ചാണ് ഈ ക്യാമ്പ് സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആഹാരം കഴിക്കാനുള്ള ഇല വരെ ഞങ്ങൾ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ പോയി ഓരോ പുതിയ സ്ഥലത്തും ക്യാമ്പ് നടത്തി 3 ദിവസം കഴിയുമ്പോഴത്തേനും അവിടെ എല്ലാ വീടുകളും സന്ദർശിച്ച് വൈകിട്ടത്തെ പൊതുയോഗത്തിന് ആളെ ക്ഷണിച്ച് പരസ്യയോഗം കൂടെ കഴിയുമ്പോഴത്തേനും ആ ദേശം സുവിശേഷം അറിയുക, ജനങ്ങളെ ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ഉള്ളതായിരിക്കുന്നതായ കാഴ്ചക്കാരായി കേൾവിക്കാരായ അവരുടെ ഹൃദയം ദൈവം തുറന്ന് ദൈവകൃപയാൽ ഞാൻ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ കാലങ്ങളിൽ PIPA ക്യാമ്പ് നടത്തിയ സകല സ്ഥലങ്ങളിലും ഇന്ന് സഭകളുണ്ട്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേലക്കാരെ അവിടെ സെൻറ്ററിൻ്റെ ചുമതലയിൽ ആക്കി ഞങ്ങളൊക്കെ കഴിയുന്ന കൈത്താങ്ങളൊക്കെ ചെയ്ത് ആ നിലയിൽ ദൈവം എനിക്ക് തന്നതായിരിക്കുന്നതായ നന്മയും ഞാൻ എൻ്റെ ഭാവിയെ നോക്കാതെ എന്നോട് ഞാൻ പറഞ്ഞ അധികം പറ്റാമെന്ന് തോന്നുന്നില്ല. എന്നോട് ഞങ്ങളുടെ സഭയിലെ പ്രായമുള്ള ഒരു ആചാര്യൊക്കെ പറഞ്ഞ കുഞ്ഞുമനെ നിനക്ക് 3-4 പിള്ളേരുണ്ടെന്ന് നീ ഓർക്കണം എന്നോട് പറയാണ്ടെത്തുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ദൈവരാജ്യത്തിനെ കൊടുക്കുമായിരുന്നു. ആ പാസ്റ്റർ KN ജോസഫിനെ കുറിച്ച് ഒരു സദസ്സിൽ പറഞ്ഞത്, എന്നെ കുഞ്ഞുമോനെന്നാണ് ഇവിടെ പൊതുവെ അറിയപ്പെടുന്നത്. കുഞ്ഞുമോന് കൊടുക്കാനേ അറിയുള്ളൂ, വാങ്ങിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. യാഥാർത്ഥ്യം അന്നും ഇന്നും അങ്ങനെ തന്നെ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പിടിച്ചു വയ്ക്കാതെ എനിക്ക് അല്പം സാമ്പത്തികമായിരിക്കുന്ന കാർഷിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ഭവനാവശ്യത്തിന് ഇതിൻ്റെ ഒന്നൊരു ആവശ്യം, സഭാ വരുമാനത്തിൻ്റെ ആവശ്യം, അതുകൊണ്ട് ഞാനത് സ്വീകരിച്ചിട്ടില്ലെന്നല്ല, എങ്കിലും വാങ്ങിച്ചതിനേക്കാൾ ഉപരി മിക്കവാറും കൊടുത്തു കാണാൻ ദൈവരാജ്യത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്, ചെലവായിപ്പോയിട്ടുണ്ട്. എൻ്റെ ആയുസ്, ആരോഗ്യം, കഴിവ്, സമ്പത്ത്, സർവസ്വവും
അടിയറ വെച്ചൊരു ദൈവദാസനം. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാര്യാർത്ഥം അല്ലേ അവിടെയൊക്കെ സഭകളുണ്ട്. എവിടെ ചെന്നാലും. പിന്നെ ഞങ്ങൾക്കുള്ള ഒരു പ്രത്യേകം, ഞങ്ങൾക്ക് ഇവിടെ ഡിനോമിനേഷൻ IPC, ഷാരോന്, ചർച്ച കോളേജ് ഇങ്ങനെയുള്ളൊരു വേറെ ഒരു പൊതുവെ ഞങ്ങൾക്കാർക്ക് വരും. അപ്പോൾ അതിൻ്റെ ഒരു മൂല കാരണം ഞാൻ ഈ എല്ലാ ദൈവദാസന്മാരെ സ്നേഹിക്കും, ബഹുമാനിക്കും, അവരെന്നെ സ്നേഹിക്കും. ഞങ്ങളുടെ കൺവെൻഷനെല്ലാം അവർ വരും, അവരുടെ കൺവെൻഷനെല്ലാം ഞങ്ങൾ പോകും. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ന് ഞങ്ങളുടെ എല്ലാ ഈ സ്ഥാപിക്കപ്പെട്ട ഓരോ സഭകളിലും എല്ലാ വർഷവും ലോക്കൽ കൺവെൻഷൻ നടക്കും. ഈ സഭകളിലൊക്കെ ഈ പുതിയ പുതിയ എല്ലാ സഭകളിലും അങ്ങനെ കൺവെൻഷൻ നടക്കുമ്പോൾ മറ്റു സഭകളിലെ സകല ദൈവദാസന്മാരും കഴിവുള്ള വിശ്വാസികളും ഈ കൺവെൻഷൻ സംബന്ധിക്കും. ദീർഘദൂരം നടന്ന് രാത്രിയൊക്കെ നടന്ന് 2 മണിക്ക് 3 മണിക്കൊക്കെ വീട്ടിൽ വരുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ആ പെട്രോൾ ആവശ്യം കൊണ്ട് 4 മണിക്ക് അങ്ങോട്ട് പോകണം. രാത്രി യോഗം കഴിയുമ്പോൾ അതും തല വെച്ചുകൊണ്ട് ഞാനടക്കം ചുമ്മിക്കൊണ്ട് ഈ കാടുമലയൊക്കെ വേണ്ടി സഞ്ചരിച്ച് വേല സ്ഥാപിച്ചതാണ്. അപ്പോൾ ആ നിലയിൽ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ അന്നത്തെ പസ്റ്റർമാർ, ശുശ്രൂഷമാർ 10-30 പേരുണ്ടെങ്കിൽ ഒരു 25 പേരെങ്കിലും ഈ എല്ലാ യോഗത്തിനുണ്ടാകും. അപ്പോൾ ഈ പ്രസംഗിക്കാൻ വരുന്ന ദൈവദാസന്മാർ ഞങ്ങൾ ഇതന്നെ സെൻട്രൽ കൺവെൻഷനാണോ ചാക്കോച്ചാന്ന് ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അതുപോലെയുള്ള സെറ്റപ്പ്, ആ സഹകരണം അന്യോന്യം സഹകരിച്ച് എടുത്തു പറയേണ്ട അന്നത്തെ വിശ്വാസം പ്രായമുള്ള അപ്പച്ചന്മാരും സഹോദരന്മാരൊക്കെ അവർ നല്ലൊരു സുവിശേഷകരായിരുന്നു. ഈ മോശയുടെയും അവരവരും കൂടെ മോശയുടെ കൈ പൊക്കി പിടിച്ച ദൈവദാസന്മാരുടെ കൈ രണ്ടും വലിച്ചിടുന്നവരല്ലായിരുന്നു, പൊക്കി പിടിക്കുന്നവരായിരുന്നു ഇവർ. ഞങ്ങൾക്ക് വേണ്ട സകല പിന്തുണയും എല്ലാ തലത്തിലും അന്നുണ്ടായിരുന്നതായ സഭയിൽ. പാസ്റ്റർ കർത്താവിൻ്റെ വേണ്ടി മുൻ സ്ഥാനത്ത് നിന്നപ്പോൾ ഒരു കൂട്ടം യൗവനക്കാർ പാസ്റ്ററിനെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അവരൊക്കെ എൻ്റെ സഹപ്രവർത്തനം. ഇവരൊക്കെ പാസ്റ്റേഴ്സ് ഇവരുടെയൊക്കെ അകമഴിഞ്ഞ സപ്പോർട്ട് ഞാനവിടെ മുമ്പിൽ നിന്ന് എല്ലാവരും ഓരോ സ്ഥലത്തും ഉണ്ടാക്കി. പിന്നെ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് വേലയിൽ വന്ന ഒരു ഏകദേശം ഒരു 50 വയസ്സിൽ കൂടെയുള്ളതായിരിക്കുന്ന ശുശ്രൂഷന്മാർ ഞങ്ങളുടെ ഈ തൃശ്ശൂർ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് സെൻറ്ററുകളിൽ ഒട്ടും കുറയാതെ ഒരു 10-40 ശുശ്രൂഷന്മാരെങ്കിലും കാണും. അവരെയൊക്കെ കൈത്താങ്ങൽ കൊടുത്ത് വളർത്തിയെടുത്ത് പ്രസംഗിപ്പിച്ച് പഠിപ്പിച്ച് ശുശ്രൂഷകന്മാരാക്കി, പാസ്റ്റേഴ്സാക്കി. അവരൊക്കെ ഇന്ന് സ്വയം പര്യാപ്തര ശുശ്രൂഷയിൽ. ആമേൻ. ഈ തൃശ്ശൂരും പാലക്കാടും പടിഞ്ഞാറൻ സ്ഥലങ്ങളിലൊക്കെ തൃശ്ശൂർ എൻ്റെ യൗവനകാലത്തിന് നല്ലൊരു ഭാഗം ഞാൻ കർത്താവിന് വേണ്ടി വിനിയോഗിച്ചത് ഈ പാലക്കാടിൻ്റെ പടിഞ്ഞാറൻ മേഖല, ആലത്തൂർ, വടക്കഞ്ചേരി സെൻറ്ററുകളിലാണ്. അവിടെയുള്ള മിക്കവാറും സഭകളുടെ അവിടെ വലിയ പ്രവർത്തകരായിട്ട് ദൈവദാസന്മാർ ഞങ്ങളെ ക്യാമ്പ് നടത്തി അവിടെ നിയമിച്ച് ആക്കിയെങ്കിലും അവിടെ പോയി അവരുടെ സഹകരണത്തോടെ അവരിങ്ങനെ ആൾക്കാരെ കൂട്ടിവരുത്തും. എല്ലാ മാസങ്ങളും ബൈബിൾ ക്ലാസ് നടത്തും. ഈ ബൈബിൾ ക്ലാസ് ഒരാഴ്ച നടത്തിയാൽ വണ്ടിക്കൂലി പടക്കം വേണ്ടിങ്ങോട് മൈക്ക് സെറ്റ് വേണം. നമ്മുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ രാജ്യം ആ ഒരൊറ്റ ചിന്തയുള്ളൂ. ഞങ്ങൾ പോകുമ്പോൾ മൈക്ക് സെറ്റ് എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അത് നടക്കണം. വടക്കഞ്ചേരിയിൽ നിന്ന് പാലക്കുളമ്പിലേക്ക് എനിക്ക് തോന്നുന്ന 5-6 പണസമ്പാദന മാർഗമല്ല സുവിശേഷം. ഒരിക്കലും അല്ല. ചെലവായി പോകുന്ന പരിപാടിയല്ലേ. നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഇവിടെ മാത്രമല്ല അവിടെയല്ല പ്രതിഫലമല്ലേ. അതുകൊണ്ട് ദൈവം മാർഗം കടക്കാറുണ്ടല്ലോ. ദൈവത്തിൻ്റെ നീതി ദൈവം മറുവശം ദൈവം നിറവേറ്റുന്നു. അത് മറ്റൊരു ഭാഗം ദൈവത്തിൻ്റെ കരുതലല്ലേ അത്. അപ്പോൾ ഞങ്ങൾ പാസ്റ്ററിൻ്റെ ഹൃദയം നിറഞ്ഞ് സുവിശേഷീകരണം. എനിക്ക് ആ ഒരൊറ്റ ചിന്ത ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ മക്കളെ പോലും ഞാൻ ആ നിലയിൽ അന്ന് വേണ്ടെന്ന് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അവർ കരുതിയിട്ടുണ്ടോ എങ്കിലും എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ദൈവം എന്നെ മാനിക്കാണ്ടിരിക്കില്ലായിരുന്നു. അതുകൊണ്ട് ആ നിലയിൽ ഉള്ള നമ്മുടെ PIP ക്യാമ്പ് മുഖാന്തരമായിട്ട് ഞങ്ങളുടെ വെസ്റ്റ്, ഈസ്റ്റ് സെൻറ്റർ, വെസ്റ്റ് സെൻറ്റർ, സൗത്ത് സെൻറ്റർ, വടക്കഞ്ചേരി സെൻറ്റർ, ആലത്തൂർ സെൻറ്ററിൽ സഭകളിൽ മിക്കവാറും പൗലോസ് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഗുരുക്കന്മാർ ഏറെ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഞാനല്ലോ സുവിശേഷതകൾ. അങ്ങനെ ഒരു പിതൃത്വം അവകാശപ്പെടാൻ എനിക്ക് അർഹതയുണ്ടെന്നാണ് എൻ്റെ ബോധ്യം. നമ്മുടെ പ്രാഗൽഭ്യം നല്ല ഒരു ഭൂരിഭാഗം വിശ്വാസികൾ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചത് ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വിശ്വാസികൾ ഒരു 90% ഞാനവിടെ ബൈബിൾ ക്ലാസ്സിലും കൺവെൻഷനിലും PIPയിലും പ്രസംഗിച്ച് രക്ഷിക്കപ്പെട്ടത്. അന്നത്തെ എൻ്റെ ശുശ്രൂഷയിൽ ഒരു പ്രസംഗം പോലും നിഷ്ഫലമായി പോയിട്ടില്ല. ഞാനിപ്പം ഒരാൾ സംസാരിച്ച് കേട്ടായിരുന്നു. നമ്മുടെ ടീമിൽ വന്ന ഒരു ബ്രദർ ഒരു ദേവാസം പറഞ്ഞ് കേട്ടായിരുന്നു. പാസ്റ്റർ അന്നത്തെ കാലത്തിൽ അഭിഷേകത്തിന് വേണ്ടി കൂട്ടമായി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. അന്നത്തെ ചെറുപ്പക്കാരൊക്കെ കാത്തലിക് യോഗം പോലെ നടത്തിയാൽ പ്രാർത്ഥിച്ചാൽ ചെറുപ്പക്കാരടക്കം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന ഒരു കൃപ വ്യാപരിക്കുമായിരുന്നു.
ഒത്തിരി പേര് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ വിശ്വാസത്തിലേക്ക് ഞാൻ വടക്കഞ്ചേരിയിൽ നിന്നൊക്കെ 6-7 കിലോമീറ്ററൊക്കെ നടന്ന്, അന്ന് മുട്ടിന് പൊടിയാണ്, ഈ റോഡൊന്നുമില്ല, ഈ കാളവണ്ടി ഓടുന്ന റൂട്ടിൽ കൂടെ നടന്ന് അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടെയൊക്കെ ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ ഒരു ഇതുപോലെ ഇപ്പോൾ ഒരു ഹർത്താൽ വന്നു, സകല വണ്ടി നിർത്തി. അപ്പോൾ ഇവിടുന്ന് ഈ ഞങ്ങളുടെ ഈ ഭാഗത്തുനിന്ന് പോയ ഒരു ബസ്സിന് ആൾക്കാർ പോയി. അപ്പോൾ പിറ്റേ ദിവസം അവരെ അവിടെ താമസിപ്പിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഈ ഒരു ബസ് വിളിച്ച് അവരെയൊക്കെ വിട്ട് ഞങ്ങൾ സംഘാടകർ മാത്രം അവിടെ നിന്നു. ഒരു സ്കൂളിലാണ് എൻ്റെ മാസ്റ്റർ. അപ്പോൾ എല്ലാവരും വരില്ല, ഇന്ന് യോഗം ഇങ്ങനെ ഒരു സന്ദേഹം നമുക്കില്ലാതില്ല, എങ്കിലും വിശ്വാസത്തിൽ പിടിച്ചു നിന്നു. രാത്രി ഒരു 7:30 ആയപ്പോഴുള്ളൂ. അന്നൊക്കെ ഈ ഓമത്തണ്ടും കൊണ്ട് അതിനകത്ത് മണ്ണെണ്ണ നിറച്ചിട്ട് അറ്റത്ത് തുണി വെച്ച് കത്തിച്ചിട്ട് ഇങ്ങനെ പന്തം കൊളുത്തി പോലെ ഇങ്ങനെ പാടത്തോട് ഇങ്ങനെ വരുന്നു. ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു. ഇതൊരു ഉയർന്ന സ്ഥലമായി സ്കൂള്. ജാതിയായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 300 പേരെങ്കിലും ആ യോഗത്തിൽ സംബന്ധിച്ച് കാണും. അപ്പോൾ ഞങ്ങളാരും ഇല്ലെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് വന്നത്. അന്ന് ദൈവം എന്നെ വാസ്തവത്തിൽ ശക്തമായി ഉപയോഗിച്ചു. ഞാനന്ന് പ്രസംഗിച്ച വേദവാക്യം ഇന്ന് എനിക്ക് ഓർമ്മ, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി. ആ ദാനിയേൽ പ്രവചനത്തിലങ്ങോട്ട് വന്നിട്ട് ഞാൻ 8:30 പ്രസംഗം തുടങ്ങിയിട്ട് 11:30 നിർത്തണത്. ഈ സമയം പോകുന്ന ആരും അറിയണില്ല, ജനങ്ങളറിയുന്നില്ല, ഞാനും അറിയുന്നില്ല. ദൈവത്തിൻ്റെ കൃപയാൽ അന്ന് 27 പേര് രക്ഷിക്കപ്പെട്ടു ആ ഒരൊറ്റ യോഗത്തിൽ. വലക്കുളമ്പിലെ കോറഞ്ചിലുള്ള വിശ്വാസികൾ നല്ലൊരു ഭാഗം. പാസ്റ്റർ പറഞ്ഞ ഈ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഏകദേശം സഭകൾ വരെ ഉടലെടുപ്പിക്കാൻ ദൈവം നിങ്ങളെ ഒരു ടീമായിട്ട് കടത്ത് ഉപയോഗിച്ചു. എന്നോട് കൂടിയുള്ള സഹപ്രവർത്തകരായ ദേവദാസന്മാർ പാസ്റ്റർ ടി പി പൗലോസ്, ജോസഫ് എബ്രഹാം, കെ.വി. പൗലോസ് കുട്ടി, ടി.എം. ജോസഫ്, ബേബി എബ്രഹാം, ഇങ്ങനെ ഒത്തിരി കർത്തദാസന്മാർ എൻ്റെ വലം കൈയാൽ നിന്ന് ഞാൻ അവരോട് നിന്ന് ഉണ്ടല്ലോ. വിശ്വസ്തരുടെ ഹൃദയം ഏക മനസ്സ് ഏക സെയിം അവസ്ഥയായിരുന്നു ഞങ്ങൾക്കൊക്കെ. പാസ്റ്റർ, അതുപോലെ നിങ്ങൾ ഈ ഒരു ടീം വർക്കായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുമെന്ന് പറഞ്ഞല്ലോ പാസ്റ്റർ. അപ്പോൾ അതിൽ കൂടെ ശുശ്രൂഷ വൃന്ദങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ PAP പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. അങ്ങനെ ആ നിലയിൽ ആത്മീകമായ എല്ലാ സഭകളിലും ഉണർവുണ്ടാകുകയും യുവജനങ്ങളടക്കം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും ചെയ്ത നല്ലൊരു ടീമെന്ന് പറഞ്ഞാൽ ഒരു ബറ്റാലിയൻ ഞങ്ങൾ തൃശ്ശൂർ സെൻട്രലിൽ എഴുന്നേൽക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ അവരോടൊപ്പം, അവർ എന്നോടൊപ്പം. അപ്പോൾ അവരുടെ മാതാപിതാക്കന്മാർ, സഭാശുശ്രൂഷന്മാരൊക്കെ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കത്തക്ക നിലയിലുള്ളതായിരിക്കുന്നതായ ആ ഒരു കൈത്താങ്ങൽ എല്ലാ സഭകളിൽ നിന്നും മാതാപിതാക്കന്മാരിൽ നിന്നും ഒക്കെ എനിക്ക് ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. പ്രത്യേകം എൻ്റെ ജീവിത സാഹചര്യത്തോളം ബന്ധത്തിൽ ഞങ്ങളുടെ ആദ്യ സഭകളിലെ എല്ലാ മാതാപിതാക്കന്മാരും അവരുടെ ഒരു മോനെ പോലെ എന്നെ കരുതിയിരുന്നു. അത്ര സ്നേഹവും വാത്സല്യവും ബഹുമാനവും. പിന്നെ എൻ്റെ ശുശ്രൂഷ അവർക്ക് അനുഗ്രഹമായിരുന്നത് അതിൻ്റെ ഒരു ഭാഗം കൂടെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എനിക്കിന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഇന്നത്തെ നമ്മുടെ സഭകളിൽ നിന്ന് കാത്തിരിപ്പ് യോഗം അന്യം നിന്ന് പോയി. അതൊരു യാഥാർത്ഥ്യമാണ്, നമുക്ക് അംഗീകരിക്കാൻ നിർവാഹമില്ല. ഒന്നാമത് എൻ്റെ അറിവ് കേടുണ്ടായിരിക്കാം, മാങ്ങാനം ജോസഫ് പാസ്റ്ററെ പോലെയുള്ള കൃപാവരം ലഭിച്ച അങ്ങനെ ശുശ്രൂഷന്മാരുടെ അഭാവം ഒരളവ് വരെ ഉണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. അവരില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ദൈവമല്ലേ നമുക്കിത് പകർന്നു തരുന്നത്. സഭകൾ ഒരുമിച്ച് കൂടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യില്ലേ. അപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ഇന്നത്തെ ആവശ്യം സഭകളിൽ കാത്തിരിപ്പുകൾ നടത്തി ദൈവമക്കൾ, വിശേഷ യുവ തലമുറ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടണം എന്നുള്ളതാണ്. അത് സഫലമായി തീരണമെങ്കിൽ സഭകളിൽ ബൈബിൾ ക്ലാസ്സുകൾ നടക്കണം. ഞാൻ ബൈബിൾ സ്കൂളിൽ 2 വർഷമെന്ന് പറയാമെങ്കിലും ആകെ പഠിച്ചത് 7 മാസമാണ്. എങ്കിലും ഞങ്ങളുടെ സഭകളിൽ അന്നിരുന്ന ദൈവദാസന്മാർ പ്രഗത്ഭരായ അക്കാലയളവിലെ ദൈവദാസന്മാരെ എല്ലാം കൊണ്ടുവന്ന് വർഷം തോറും മാസം തോറും ബൈബിൾ ക്ലാസ്സിൽ നടത്തിയതെല്ലാം ഒറ്റ മീറ്റിങ്ങും ഇടപെടാതെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട്
സാമാന്യ നിലയിൽ പറഞ്ഞാൽ ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പ് യോഗവും ബൈബിൾ ക്ലാസ്സും ഒരുപോലെ പോയിട്ട് ഒരുപോലെ പാരലായിട്ട് പോയിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ആഹാരവും വെള്ളവും ഇതില്ലാണ്ട് മനുഷ്യ ജീവിതമുണ്ടോ? അതെ അതെ. ഭൗതിക ജീവിതം പല സഭകളിലും ഇത് രണ്ടുമില്ല. ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം നമ്മുടെ സഭകളിൽ കാത്തിരിപ്പ് യോഗം നടത്തി ദൈവമക്കൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക എന്നുള്ളതാണ്. എങ്കിലേ വേലയ്ക്ക് വേണ്ടി ആത്മാക്കൾ എഴുന്നേൽക്കുകയുള്ളൂ, ദൈവം വേലയ്ക്ക് വേണ്ടി വിളിക്കുകയുള്ളൂ. ആ സാഹചര്യം ഉണ്ടാകണം. പാസ്റ്ററിൻ്റെ ശുശ്രൂഷയിൽ ഈ നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു പേഴ്സണൽ പ്രാർത്ഥനയും ഉപവാസവും അതിന് കാരണമല്ലേ? ഞാൻ എൻ്റെ യൗവനകാലത്തൊക്കെ 3 പ്രാവശ്യം 40 ദിവസം ഉപവസിച്ചിട്ടുണ്ട്. പിന്നെ 21 ദിവസം എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ്. പിന്നെ സാധാരണ ചെയ്യുന്ന നമ്മൾ 7 ദിവസവും 3 ദിവസം കണക്ക് കാണത്തില്ലല്ലോ. അതൊന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ ദൈവിക നിയമം അപ്പോഴപ്പോഴാ പോവല്ലേ. നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകം അതെ ഉപവാസവും പ്രാർത്ഥനയും ആത്മാക്കൾ ഉള്ള ഭാരവും അങ്ങനെ ഒരു വിജയകരമായ നിലയിൽ ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ബോധ്യം. പാസ്റ്ററിൻ്റെ ശുശ്രൂഷയുടെ മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാമോ ഞങ്ങളുമായി? എൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ട ശുശ്രൂഷകളിൽ എടുത്തു പറയേണ്ടതും എനിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതുമായിരിക്കുന്നതായ ഒരു സംഭവമാണ് 1983 തൃശ്ശൂർ ടൗണിൽ വെച്ച് നടന്നതായ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ VIPയുടെ ജനറൽ ക്യാമ്പ്. ആ ക്യാമ്പിൻ്റെ സമാപന ദിവസം ക്യാമ്പ് അംഗങ്ങളായിട്ട് 3000 പേരാണ് സംബന്ധിച്ചത്. അതൊരു സംഭവമായിരുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ KC ജോൺ ആയിരുന്നു അന്ന് VIPയുടെ പ്രസിഡൻറ്റ്. ഞാൻ ക്യാമ്പിൻ്റെ ജനറൽ കൺവീനറായിരുന്നു. വരേതനായ എൻ്റെ ഒരു ബന്ധുവും കൂടെയായ MJ ശാമുവേൽ, അദ്ദേഹമായിരുന്നു അതിൻ്റെ സാമ്പത്തികമായിരിക്കുന്നതായ കാര്യങ്ങൾക്ക് നിർവഹിച്ചത്. അങ്ങനെ അന്നുണ്ടായിരുന്ന ദൈവദാസന്മാരും യുവ സഹോദരന്മാരും ഒക്കെ ചേർന്ന് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ക്യാമ്പ് വിജയമാക്കി തീർത്തത് അന്ന് ഞാൻ ശുശ്രൂഷിച്ച ഞങ്ങളുടെ യെരുശലേം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ആൽപ്പാറ ഹെബ്രോൻ സഭയായിരുന്നു. ആ സഭയിലുള്ളതായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, മാതാപിതാക്കന്മാരും സഹോദരീ സഹോദരന്മാരും കുഞ്ഞുങ്ങളടക്കം ഏതാണ്ട് 3 ദിവസത്തിൽ 2 ദിവസം മുഴുവനും തൃശ്ശൂർ CMS സ്കൂളിൽ അവരുടെ വീടടച്ചിട്ട് സഭാജനങ്ങൾ ഒന്നടങ്കം 100% ക്യാമ്പിൽ വന്ന് അത്യധ്വാനം ചെയ്തു എന്നുള്ളത്. ഈ 3000 പേർക്കൊക്കെ ഭക്ഷണം ക്രമീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഏതെങ്കിലും ഹോട്ടൽ മാനേജ്മെൻറ്റ് ഏൽപ്പിക്കല്ലായിരുന്നു. വിശ്വാസികൾ തന്നെ ക്രമീകരിച്ചു. 1983 അന്നത്തെ അവസാന ദിവസത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് കിലോ കണക്ക് പറഞ്ഞാൽ 250 കിലോ അരിയുടെ ചോറ വെച്ച് അതിന് വേണ്ട അനുബന്ധ സാഹചര്യങ്ങളും അത് കഴിഞ്ഞിട്ട് നടന്നതായിരിക്കുന്ന ഒരു സുവിശേഷ റാലി ചരിത്രത്തിൽ അതിന് മുമ്പും പിൻപും അതുപോലെ ഒരു സുവിശേഷ റാലി നടന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എൻ്റെ അറിവിലുമില്ല, അനുഭവത്തിലുമില്ല. CMS സ്കൂളിൽ നിന്ന് ഗേറ്റ് ഈ 3000-ഓളം പേര് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പ്രവേശിച്ചതിന് ശേഷം ഞങ്ങൾ 3 വരിയായി തെക്കൻകാട് മൈതാനത്ത് ചുറ്റുമുള്ളതായ തൃശ്ശൂർ റൗണ്ടിൽ പ്രവേശിച്ചു. ആ തെക്കൻ മൈതാനത്തോട് ചേർന്ന് ആയതുകൊണ്ട് ട്രാഫിക്കിന് ബുദ്ധിമുട്ടൊന്നും കൂടാതെ അത് അറേഞ്ച് ചെയ്യാനുള്ളതായ കൃപദൈവം നൽകി. അങ്ങനെ ഈ 3 പേര് വീതം പാട്ടും പാടി വാക്യങ്ങൾ വിളിച്ച് പറഞ്ഞ് 2 മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് എത്തൂല്ല, എന്നാലും എത്തൂല്ല എങ്കിലും അങ്ങനെ മുൻപേ പോയ ഭാഗം റൗണ്ട് ചുറ്റി ഏതാണ്ട് 1.5 കിലോമീറ്റർ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ 3 വരിയായിട്ട് പോയിട്ട് മുൻഭാഗം CMS സ്കൂളിൽ പ്രവേശിക്കുമ്പോഴും പുറകിലെ ഭാഗം സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടില്ല. അതൊരു ചരിത്ര സംഭവം, ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത വൻ വിജയമായിരുന്നു ആ VIPയുടെ ക്യാമ്പ്. അത് മുഖാന്തരം ജനങ്ങൾ ഉണർത്തപ്പെട്ടു, സഭകൾ ഉണർത്തപ്പെട്ടു, വിശേഷാൽ യുവജനങ്ങൾ ഉണർത്തപ്പെട്ടു. ഞങ്ങളുടെ അവിഭക്ത തൃശ്ശൂർ സെൻറ്ററിൽ നിന്ന് തന്നെ എത്രയോ സുവിശേഷകന്മാർ ഇന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഭാഷന്മാരാണ്. കേരളത്തിനും വെളിയിലും ഇന്ത്യക്ക് വെളിയിലും അവരിന്ന് കർത്താവിൻ്റെ വേലക്കാരായിരിക്കുന്നു. ആരും വെറുതെ പോയിട്ടില്ല, ഒരാളും അതിനകത്ത് പ്രയോജനരഹിതരായി ചെന്നിട്ടില്ല. അതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവർക്കൊക്കെ ആ നിലയിൽ അവരെ എന്നെക്കൊണ്ടാവുന്ന വിധം വളർത്തിയെടുക്കാൻ
അവസരങ്ങൾ കൊടുക്കാനൊക്കെ ദൈവം കൃപ ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷെ അതുപോലെ നമ്മുടെ പാസ്റ്ററിൻ്റെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആൻറ്റി, അതുപോലെ എത്ര മക്കളുണ്ട്, അവരെന്ത് ചെയ്യുന്നു? എൻ്റെ ഭാര്യ മേരി ചാക്കോ. ദൈവം ഞങ്ങൾക്ക് 4 മക്കളെ തന്നു. 3 ആൺമക്കളും 1 മകളും. മൂത്ത മകൻ റെജി ചാക്കോ, അവൻ്റെ ഭാര്യ ഷിനി, അവന് 2 കുഞ്ഞുങ്ങളുണ്ട്, ഷാലിനും യോയലും. അവൻ്റെ മകൾ ഇപ്പോൾ 2 മാസത്തോളമായി സ്റ്റേറ്റ്സിൽ ഉപരിപഠനാർത്ഥം പോയിരിക്കുകയാണ്. അവരുടെ കുടുംബം ഞങ്ങളൊരുമിച്ച് ഇവിടെ പാർക്കുന്നു. 2ാമത്തെ മകനും കുടുംബവും ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ അവർ ജോലിയുടെ ബന്ധത്തിലായിരിക്കുന്നു. ആ സഭയിലെ ഒരു സജീവ പ്രവർത്തനമാണ് 2ാമത്തെ മകനും. ഇളയ മകൻ ബിജോയ് ചാക്കോ, അവൻ്റെ ഭാര്യ അക്സ, അവർക്കൊരു മകളുണ്ട്. അവരും എൻ്റെ ഇളയ മകൾ ജൂഡി, മരുമകൻ്റെ പേര് റോണി. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. അവർക്ക് ദൈവം 3 ആൺകുഞ്ഞുങ്ങളെ നൽകിയിട്ടുണ്ട്. അവർ ഓർലാൻഡോ സഭയിൽ മകനും മകളും കുടുംബമായിട്ട് അവിടെ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ തന്നെ അവരെല്ലാവരും തന്നെ എന്നെപ്പോലെ സുവിശേഷ രംഗത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലും സുവിശേഷത്തിന് കൈത്താങ്ങൽ കൊടുക്കുന്നവരും വേലയുടെ ഒരു ഭാഗം. മൂത്ത മകനൊക്കെ റെജി ഏറെക്കുറെ ഒരു സുവിശേഷൻ്റെ പ്രവൃത്തി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അതിശക്തിയില്ല. അത്ര കാര്യക്ഷമമായി കർത്താവിനെ സേവിക്കുന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തും സന്തോഷമുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പറയാനൊരു കാര്യം വിട്ടുപോയി. 1989 കുവൈറ്റിലുള്ളതായിരിക്കുന്ന പെന്തക്കോസ്ത് ചർച്ച് ഓഫ് കുവൈറ്റ് സഭയുടെ ശുശ്രൂഷകനായിട്ട് അവർ എന്നെ താല്പര്യപ്പെടുകയും IPCയുടെ ജനറൽ പ്രസ്ബിറ്ററുടെ തീരുമാനപ്രകാരം ഇൻവേഷന് മുമ്പും പിൻപുമായി 3 വർഷം 1.5 വർഷം വീതം ആ സഭയുടെ ശുശ്രൂഷനായിരിക്കാനും ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. കുടുംബമായി അവിടെ പോയി കർത്താവിനെ ശുശ്രൂഷിച്ചു. അന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷ, അവിടെയുള്ള ദൈവമക്കൾ ഞങ്ങളുള്ള സ്നേഹം, ബഹുമാനം, അതൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. അങ്ങനെ ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ശുശ്രൂഷ കാലയളവ് കേരളത്തിന് പുറത്തും ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അതൊക്കെ ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഒരു നീതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാസ്റ്റർ അതുപോലെ ദീർഘവർഷങ്ങൾ പാസ്റ്റർ 17ാമത്തെ വയസ്സിൽ രക്ഷീപ്പെട്ട് 19 വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നു. ഇത്രയും ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരുന്നു. പാസ്റ്ററിൻ്റെ നല്ല യൗവനം, നല്ല സമയം മുഴുവൻ കർത്താവിൻ്റെ വേലയിൽ, അത് വെറുതെ വേസ്റ്റാക്കിയില്ല, പ്രയോജനകരമായി മാറ്റി. തീർച്ചയായിട്ടും ധാരാളം ആത്മാക്കൾ നേടി, ധാരാളം സ്നാനങ്ങൾ നടന്നു, ഒത്തിരി ക്യാമ്പുകൾ നടത്തി, ട്രാക്റ്റുകൾ ഒത്തിരി പാസ്റ്റർ പറഞ്ഞല്ലോ. ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറയുടെ ശുശ്രൂഷകന്മാരുണ്ട്. പാസ്റ്ററുടെ അനുഭവത്തിൽ നിന്നും ഇന്നത്തെ തലമുറയോട് പറയേണ്ട സന്ദേശം എന്താണെന്ന് ഷെയർ ചെയ്യാം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്നതായ കർത്തദാസന്മാരോട്, സഹോദരന്മാരോട് ഒരു എളിയ ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത്, വേല നമ്മുടേതല്ല, കർത്താവിൻ്റേതാണ്. ദൈവമാണ് നമ്മളെ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിച്ച് ആക്കുന്നത്. എങ്കിലും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമ്മൾ തികച്ചും ഉത്സുകരായിരിക്കേണ്ടതാണ്. അതിന് ഏറ്റവും അനിവാര്യം പ്രാർത്ഥന, ഉപവാസം, സുവിശേഷം അറിയിക്കാനുള്ളതായിരിക്കുന്ന ആ എരിവ്, ഏത് വിധേനയെങ്കിലും ഒരു ആത്മാവിനെ നേടുവാൻ ഉള്ളതായിരിക്കുന്നതായ ആ ലക്ഷ്യബോധം നമുക്ക് ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കാതിരിക്കുകയില്ല. ഞാൻ വീണ്ടും എടുത്തു പറയട്ടെ, ഭൗതികത്തിനോ സ്ഥാനമാനങ്ങൾക്കോ അതിൻ്റെ പിന്നാലെ പോകാതെ ഹൃദയംഗമായി കർത്താവിനെ സ്നേഹിച്ചാൽ, സേവിച്ചാൽ ഉത്തരവാദി ദൈവമായിരിക്കും. ദൈവം നമ്മളെ ഒരു കാലത്തും ഒരു സമയത്തും പരാജയപ്പെടുവാൻ, താണുപോകുവാൻ തക്കവണ്ണം ഇടയാക്കുന്നതല്ല. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞ കാര്യം അതോടെ ബന്ധത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നാം കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ആരായിരുന്നാലും, നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കാലുകൾ എടുത്തു വയ്ക്കുമ്പോൾ ഉണ്ടായിരുന്ന സാമ്പത്തിക സാമൂഹികമായ പശ്ചാത്തലത്തിനേക്കാൾ, വേറെ വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളോടുകൂടെ പഠിക്കുകയും അഥവാ ജോലി പ്രവേശിക്കുകയും ചെയ്തവരുടെയൊക്കെ ജീവിത അനുഭവങ്ങളോടെ ബന്ധത്തിൽ താരതമ്യപ്പെടുത്തിയാൽ, നിങ്ങളുടെ ശുശ്രൂഷ അവസാന ഘട്ടത്തിൽ നോക്കിയാൽ നിങ്ങളൊക്കെ അവരെക്കാൾ ഉയർന്ന പടിയിലായിരിക്കും നാം വിശ്വസ്തരായിരുന്നാൽ. അതാണ് അതിൻ്റെ ദൈവിക ഭാഗത്തുള്ള നമ്മളോടുള്ള ദൈവത്തിൻ്റെ നീതി നിർവഹിക്കുന്നത്. എൻ്റെ കൂടെ പഠിച്ചവർ എൻജിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. ഞാനും അവരെക്കാൾ പഠിക്കാൻ അത്ര മോശക്കാരനൊന്നും ആയിരുന്നില്ല. എങ്കിലും ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ ഞാൻ കർത്താവിന് വേണ്ടി
സജീവമായ അങ്ങേയറ്റം എന്നെ കൊണ്ടാവുന്ന പ്രവർത്തിച്ചുവെങ്കിലും അവരുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തിയാൽ കൃപയാൽ അവരെക്കാൾ ഉയർന്ന നിലയിലാണ് ദൈവം എന്നെ ആക്കിയിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അത് നിങ്ങൾക്ക് ന്യായമായിട്ട് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം. അതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൃഷ്ടിസേവകളല്ലാതെ എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ആ ഏക ചിന്തയോടുകൂടി പ്രാർത്ഥനയോടും ഉപവാസത്തോടും പ്രിയ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് നേടുവാനുള്ള ഏറ്റവും വലിയ നേട്ടം ഒരാത്മാവിനെയെങ്കിലും ദൈവമുമ്പാകെ കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ആ നിലയിൽ ആത്മാക്കളെ നേടുവാൻ ഉള്ളതായിരിക്കുന്നതായ സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ത്യാഗപൂർവമായി കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. അതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. ആ ആത്മാവിൻ്റെ നിറവും കൃപയും പ്രാപിച്ചവരായി അനുദിനം ശുശ്രൂഷയിൽ വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ശാരീരികമായി പറഞ്ഞാൽ എൻ്റെ നല്ല യൗവനകാലം മുഴുവൻ കർത്താവിന് വേണ്ടി വിനിയോഗിച്ചു. ഷുഗറും പ്രഷറൊക്കെ അല്പമൊക്കെ ഉണ്ടെങ്കിലും കാര്യമായ ശാരീരികമായ കുഴപ്പമൊന്നും ഇതുവരെ എനിക്കില്ല. അതും ദൈവത്തിൻ്റെ ഒരു നീതിയായി ഞാൻ കണക്കാക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. കാലേബിനെ പോലെ പോകാനും വരുവാനും യുദ്ധം ചെയ്യാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരു കഴിവ് പ്രാപ്തി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ദേശത്ത് സാമൂഹികമായി ഇതര സഭാവിഭാഗങ്ങളുടെ ബന്ധത്തിൽ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു. മറ്റു വാക്കിൽ പറഞ്ഞാൽ എന്നെ ഒഴിച്ചു നിർത്തി ഈ മേഖലകളിൽ ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിൽ ഒരു പരിപാടി സാധാരണ നടക്കാറില്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ നീതിയും വിശ്വസ്തതയും അല്ലേ. ആ നിലയിലൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാപിതാക്കന്മാരോട് പറയുന്നു, നിങ്ങളുടെ മക്കളെ കർത്താവിൻ്റെ വേലക്കാരെ കഴിയുന്നിടത്തോളം പ്രോത്സാഹിപ്പിക്കുവാൻ, കൈത്താങ്ങുവാൻ, കർത്താവിൻ്റെ വേലയിൽ അവർ പ്രയോജനപ്പെടുവാൻ നിങ്ങളുടെ എല്ലാം സഹകരണം ആവശ്യമാണ്. എനിക്കത് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ കൂടെ അതുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസരം തന്ന ദൈവദാസന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോട് വിലപ്പെട്ട അനുഭവങ്ങൾ പങ്കുവച്ച പാസ്റ്ററിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം വിലപ്പെട്ട തൻ്റെ അനുഭവങ്ങൾ ഹാർവസ്റ്റ് ടീമുമായി പങ്കുവച്ച കർത്താവിൻ്റെ ദാസനോട് ഞങ്ങൾ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നോക്കൂ, ഒരു പുരുഷായുസ് മുഴുവനും യൗവനപ്രായത്തിൽ തുടങ്ങി കർത്താവിന് വേണ്ടി ഒറ്റ ദർശനം, എന്ത് വില കൊടുത്തും ആത്മാക്കൾ നേടണം എന്നുള്ള ഒറ്റ ചിന്തയിൽ, ഒറ്റ ദർശനത്തിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ച് സഭകൾ ഒറ്റയ്ക്കല്ല, ഒരു ടീമിനെ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരും ഒത്തൊരുമിച്ച് പല ക്യാമ്പുകൾ നടത്തി തൻ്റെ അനുഭവത്തിൽ 1 ടൺ ട്രാക്ട്, അത് ഒരിക്കല, അങ്ങനെ പല മിനിസ്റ്റർ ഓപ്പണർ മീറ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ മഹത്വം ഉണ്ടാകുവാൻ തൻ്റെ പുരുഷായുസ് ഈ കർത്തവദാസൻ ചെലവഴിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന യുവ സുവിശേഷന്മാരായുള്ളവരെ, ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തമായ അനുഭവങ്ങൾ നമുക്ക് പ്രചോദനമാണ്. നമുക്കിനി ഓടണം. അവർ ചെയ്തതിൻ്റെ ബാക്കി ഉണ്ട് ചെയ്തു തീർക്കുവാൻ വേണ്ടി എന്ത് വില കൊടുത്തും മുമ്പോട്ട് ഓടി ആത്മാക്കൾ നേടുവാൻ, ദൈവരാജ്യത്തിന് നിൽക്കുവാൻ ദൈവം എല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാമെന്ന വാക്കുകളോടുകൂടെ ഇത്രയും സമയം ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.